നോക്കിക്കോ, അവളെ ജയിക്കൂ, ഷുവറാ. കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് ഇന്ന് നടന്ന ഇലക്ഷന്റെ റിസൾട്ട് ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കാൻഡിഡേറ്റ്സ് ആർ മിസ് രാധിക മേനോൻ BSc ഫിസിക്സ് ഫൈനൽ ഇയർ ആൻഡ് മിസ് ഗീത ദാമോദരൻ BSc കെമിസ്ട്രി ഫൈനൽ ഇയർ. ഇത്രയും വർഷത്തെ ഈ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള അവിശ്വസനീയമായ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുന്നത്. എല്ലാ വർഷവും ചെയർമാനെ തെരഞ്ഞെടുത്തിരുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ആ രീതിയിൽ തെരഞ്ഞെടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഹിയർ ഈസ് ദ ഇലക്ഷൻ റിസൾട്ട്. രാധിക മേനോൻ 1118 വോട്ട്സ്. ഗീത ദാമോദരൻ No, it is 1118 votes only. ഇവിടെ രണ്ടുപേർക്ക് ഒരു കോളേജിലെ ചെയർമാൻ ആകാൻ കഴിയാത്തതുകൊണ്ട് ഇവരിൽ ഒരാളെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സ്റ്റാഫ് കമ്മിറ്റിയും കോളേജ് മാനേജ്മെന്റും ഞങ്ങളും ചേർന്ന് ഇരുവരുടെയും മെറിറ്റുകൾ താരതമ്യപ്പെടുത്തിയപ്പോൾ ഹോസ്റ്റലിൽ മിസ്ബിഹേവ് ചെയ്തതിന് 64 പേരുടെ ഒപ്പിട്ട ഒരു പരാതി രാധികയുടെ പേരിൽ ബ്ലാക്ക് മാർക്കായി കണ്ടു. അതുകൊണ്ട് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മിസ് ഗീത ദാമോദരനെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു. So, on behalf of the management and students, I congratulate Miss Geeta Damodaran. ഏയ് ജോസുട്ടി, നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? തോൽവിയും ജയവും നമ്മുടെ ഇടയിൽ എപ്പോഴും ഉള്ളതല്ലേ. ഞാൻ കാരണം രാധിക തോറ്റത്. നമ്മളെല്ലാം കൂടി ഹോസ്റ്റലിൽ ഉണ്ടാക്കിയ ബഹളം കാരണമാണ് വാർഡൻ കംപ്ലൈന്റ് എഴുതിയത്. രാധികയ്ക്ക് ബ്ലാക്ക് മാർക്ക് വീണത്. ഐ എം സോറി. Thank you. What's all this? എന്താ ഇത്? ഭൂകമ്പം. ഭൂകമ്പോ? എവിടെ? ലത്തൂരിൽ. അത് നടന്നിട്ട് കൊല്ലം എത്രയായി? ഇപ്പൊ എന്താ പിരിവ്? 1 ലക്ഷം വീടിന് കാശ് പിരിച്ചയച്ചിട്ട് ഓരോരുത്തർ അതിൽ കയ്യിട്ട് വാരിയത് കൊണ്ട് 50,000 വീടിനുള്ള കാശേ അവിടെ എത്തിയുള്ളൂ. അതുകൊണ്ട് ബാക്കി 50,000-ത്തിന് വേണ്ടി വീണ്ടും പിരിക്കുക. എന്തെങ്കിലും തരൂ മാഡം. അയ്യോ, ഇത് പുതിയ പൂട്ടാണല്ലോ. ഇത് ആരാ മാറ്റിയത്? ആ കുട്ടിപ്പാറുവിനെ വിളിക്കേ. കുട്ടിപ്പാറോ, കുട്ടിപ്പാറോ, ബഹളം വെക്കണ്ട. ഓ, വരുന്നു. രാത്രി കിടന്ന് കൂവണ്ട. വാതിൽ തുറക്ക്. ആരാ ഈ പൂട്ട് മാറ്റിയിട്ടിരിക്കുന്നെ? അതാ ഗീതക്കുഞ്ഞ് പറഞ്ഞിട്ടാ. അവള് പറഞ്ഞ ഉടനെ നിങ്ങൾ പൂട്ട് മാറ്റുവോ? അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാശിനൊന്നും വിലയില്ലേ? ഓ, അവള് അമേരിക്ക കൊണ്ടുവന്ന് പറഞ്ഞു കാണും. നിങ്ങൾ വെറുതെ എന്റെ മെക്കിട്ട് കയറണ്ട. പുതിയ ചെയർമാന്റെ പുതിയ റൂളുകളാ. നിങ്ങളുടെ പേരിൽ കുറേയധികം കംപ്ലൈന്റ്സും ഉണ്ട്. 1-ാം പ്രതി ജോസൂട്ടിയും 2-ാം പ്രതി രാധിക കുഞ്ഞുവാ. 8 മണിക്ക് ഗേറ്റ് പൂട്ടിയ ആരെ അകത്ത് വിടണ്ടെന്ന പുതിയ ഓർഡർ. അല്ല പിന്നെ അവളുടെ ഓർഡർ ആയിട്ട് തന്നെ കിടക്കട്ടെ. നമുക്കേ ഗേറ്റിന് പുറത്ത് കിടന്ന് ഉറങ്ങാം. ഞാൻ വേണേ വാതിൽ തുറക്കാം. വേണ്ട. നമ്മുടെ ഇന്ത്യൻ കാശിനേക്കാൾ അവളുടെ ഡോളറിനാണല്ലോ ഇപ്പൊ കൂടുതൽ വില. റോഡിലൊന്നും ആരും കിടക്കണ്ട. വാ, എന്റെ വീട്ടിലേക്ക് പോവാം. ഇതിനെന്താ ചെയ്യേണ്ടെന്ന് കാലത്ത് തീരുമാനിക്കാം. കമോൺ. ഓക്കേ. മനസ്സി രാധിക, കാർ അങ്ങോട്ട് മാറ്റിട്ടോ. ഞങ്ങൾ ഇപ്പൊ വരാം. ഓക്കെ.
ഏയ് ഗെറ്റ് അപ്പ്, ഫസ്റ്റ് ഒരു പ്രാക്ടിക്കലാ. എന്റെ പേസ്റ്റ് തീർന്നു. നിന്റെ കയ്യിലുണ്ടോ? നീ എന്താടി ഇങ്ങനെ മിഴിച്ചു നോക്കുന്നു? മഹാഭാവം ചെയ്തത് ആരും അല്ല, അവൾ തന്നെ, ആ ജോസഫിൻ. മറ്റാരും ചെയ്യില്ല ഇങ്ങനെയുള്ള തോന്നിവാസം. എന്താ ഇവിടെ ബഹളം? ഗീത, Listen to me. വാതിൽ വിളിച്ചിട്ട് കാര്യമില്ല, അതിനുള്ളിൽ ആരുമില്ല. ഗീത കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? മാഡം, ഇന്നലെ പാതിരയ്ക്ക് ജോസൂട്ടിയും കുട്ടനും വന്നത്. ഞാനാരെ അകത്ത് കയറ്റിയില്ല. 8 മണിക്ക് ശേഷം ഗേറ്റ് തുറക്കാൻ പാടില്ലെന്ന് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ കുറെ ചീത്ത വിളിച്ചിട്ടാ എല്ലാരും കൂടെ തിരിച്ചു പോയത്. അതൊക്കെ ശരിയായിരിക്കും, പക്ഷേ അവളെ ഇങ്ങനെയുള്ള തോന്നിയാസം ചെയ്യോ? ഇന്ന് മുടിവെട്ടാൻ തയ്യാറായവള് നാളെ തലവെട്ടിന്ന് വരും. കുട്ടി എന്റെ കൂടെ വരൂ, ഒരു കംപ്ലൈന്റ് എഴുതരൂ. കം. കുട്ടി ഇരിക്കൂ. ആരെങ്കിലും കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കൂ. നല്ല ഭംഗിയുള്ള മുടിയായിരുന്നു, നല്ല തിളക്കമായിരുന്നു. എൻ്റെ ചുവടുകൾക്കൊത്ത് ആടി ഒലിയുമായിരുന്നു, ആർത്ത് ചിരിക്കുമായിരുന്നു. ഞാൻ ഏറ്റവും ഓമനിച്ചിരുന്ന, എൻ്റേത് മാത്രമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്ന ഒന്നാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അതിന് കാരണക്കാരായ ആരെയും ഞാൻ വെറുതെ വിടില്ല. കുട്ടി കംപ്ലൈന്റ് എഴുതൂ. വേറൊരു പേന കൊടുക്കും മാഡം. മുച്ചാന്ന് വെട്ടിയതും പറപ്പിച്ച് കയ്യിലൊരു കത്രികയും പിടിച്ച് കണ്ണൊക്കെ ചോപ്പിച്ചോണ്ടുള്ളൊരു വരവായിരുന്നു. ഞാനൊന്ന് വരണ്ടു. അവള് കരഞ്ഞോ? കയ്യിന്നൊരു വിരല് പറിച്ചെടുത്തെന്ന് പറഞ്ഞാലും ഒരു തുള്ളി കണ്ണീര് വരാത്ത ജാതി. അവള് കിടന്ന് കാറും കൂവും ഒക്കെ ചെയ്തു പോലും. അവള് കരഞ്ഞാലേ കണ്ണിന്ന് കണ്ണീര് വരില്ല, ചോരേ വരുള്ളൂ. അപ്പോഴെങ്ങാൻ ജോസൂട്ടി അവളുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവളുടെ കാര്യം പോക്കായന മോളെ. അതിന് അവളെന്തിനാ ജോസൂട്ടിയുടെ മെക്കിട്ട് കയറുന്നേ? എനിക്കറിഞ്ഞൂടാ. അയ്യടി മോളെ, നീയും ജോസൂട്ടിയും കൂടെ മതിൽ ചാടി കയറിയിട്ട് അവള് മാത്രം തിരിച്ചു വന്നപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഉറപ്പായിരുന്നു എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അത് ശരി. അതാ അന്ന് അവള് തലവേദന എന്നും പറഞ്ഞ് കോളേജിൽ വരാതെ വീട്ടിൽ തന്നെ കിടന്നത്. നീ നിന്നെ തന്നെ. കമ്മിയോ നിന്റെ കൂട്ടുകാരിക്ക് കൊടുത്തേക്ക്. എന്റെ മുടി വെട്ടിയതിന് കൂലി. ഞാൻ ആരെക്കൊണ്ടും ചക്കാത്തിലൊന്നും ചെയ്യിക്കാറില്ലെന്ന് അവളോട് പറഞ്ഞേക്ക്. സരിക, സരിക, there is a letter for you. പ്ലീസ് കീപ് ദിസ്. 1 second. ഇഡിയറ്റ്, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ വായിച്ചു നോക്ക്. അതേ വായി നോക്കി ആ ബൈക്കിൽ വരുന്നവൻ. മതി, ഞാൻ അച്ഛനോട് പറയാൻ പോവാ. എത്രാമത്തെ തവണയാണെന്നറിയോ എവിടെ പോയാലും പുറകെ നടന്ന് ഉപദ്രവിക്കുക. വൃത്തികെട്ടവൻ. ഇനി സഹിക്കാൻ വയ്യ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വേണ്ട, നീ ഇഗ്നോർ ചെയ്താ മതി. കുറെ കഴിയുമ്പോ അവൻ അവന്റെ പാട്ടിന് പൊയ്ക്കോളും.